ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് നമ്മുടെ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കായ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ ചെറുപ്പം മുതൽ ഓൾറെഡി ഉപയോഗിച്ച് വരുന്നതാണ് നമ്പേഴ്സ്, സംഖ്യകൾ. നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഏത് സംഖ്യകളാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 0, 1, 2, 3, 4, 5, 6, 7, 8, 9. പിന്നെ 10, 11 എന്നൊക്കെ പറയുമ്പോൾ ഈ 0, 1 വീണ്ടും ആവർത്തിച്ച് വരുന്ന സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് യുണീക്കായിട്ട് വ്യത്യസ്തമായ ഏതൊക്കെ സംഖ്യകളാണ് നമ്മൾ ഉപയോഗിക്കാറ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാറ് ഈ 10 വ്യത്യസ്തമായ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിരുന്നത്. നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ നമ്പർ സിസ്റ്റം പഠിക്കാൻ കാരണം? കമ്പ്യൂട്ടറിൽ ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ല യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ബൈനറി മാത്രമല്ല, നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റം, അതുപോലെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, ഇതൊക്കെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ്. ഡെസിമൽ നമ്പർ സിസ്റ്റം മാത്രമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. പക്ഷേ മറ്റു നമ്പർ സിസ്റ്റമൊക്കെ കമ്പ്യൂട്ടറിനെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ്. അതുകൊണ്ട് നമ്മൾ ആ നമ്പർ സിസ്റ്റമൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ അതാണ് ഇന്നത്തെ ദിവസം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ സിമ്പിൾസ് യൂസ് ചെയ്യുന്നു അതിന് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു എത്ര സിമ്പിൾസ് വ്യത്യസ്തമായിട്ടൊരു നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നു അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്താണ്? 10. എന്തുകൊണ്ടാണ് ബേസ് 10 എന്ന് വെച്ചാൽ 10 വ്യത്യസ്ത സംഖ്യകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ദ ബേസ് ഓർ റാഡിക്സ് ഓഫ് എ നമ്പർ സിസ്റ്റം. ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് ഏതാണ്? എത്ര വ്യത്യസ്തമായ സിമ്പിൾസ് അതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് ഒന്നുകൂടി വരാം. നമ്മൾ ഉപയോഗിച്ചിരുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇൻവോൾവ്സ് 10 സിമ്പിൾസ്: 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. ഇതാണ് ഈ നമ്പർ സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഇതിൽ 10 വ്യത്യസ്ത സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബേസ് എന്താണ്? 10 ആണ്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം ഇൻവോൾവ്സ് 10 സിമ്പിൾസ് 0 to 9 to form a number. Since there are 10 symbols in this number system, base is 10. ഇനി നമുക്കൊരു നമ്പർ എടുക്കാം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 743, പിന്നെ ഒരു 347. ഈ 743 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കണേ? 743. ഇതെങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത് നോക്കണേ. 700 പ്ലസ് 4 10 പ്ലസ് 3 1, അങ്ങനെയാകുമ്പോൾ നമ്മൾ 743 ആണ്. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ എന്താ വെച്ചെങ്കിൽ, ഓരോ നമ്മൾ സംഖ്യ എടുക്കുമ്പോൾ, നമ്പർ സിസ്റ്റത്തിൽ എടുക്കുമ്പോൾ അതിന് ഓരോ അക്കത്തിനും സ്ഥാനവിലയുണ്ട്. സ്ഥാനവില അല്ലെങ്കിൽ പൊസിഷണൽ വാല്യൂ എന്നാണ് പറയുക. ഈ സ്ഥാനവില എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ 743 ഉണ്ടെങ്കിൽ അതിൽ 3ൻ്റെ ഇൻറ്റു സ്ഥാനവില അവിടെ 10 × 10⁻0 ആണ്. 3 × 10⁻0. രണ്ടാമത്തെ സ്ഥാനത്തുള്ള 4ന് 4 × 10⁻1. പിന്നെ ഇവിടെ 7 × 10⁻2. അപ്പോൾ നമ്മൾ എത്രയാണ്? 7 × 10⁻2 എന്ന് പറയുമ്പോൾ എന്താണ്? 10 × 10 ആണ് 10⁻2 എന്ന് പറഞ്ഞത്. അപ്പോൾ 7 × 10 × 10 എന്ന് പറയുമ്പോൾ 100. അപ്പോൾ 700. 4 × 10⁻1 എന്ന് പറയുമ്പോൾ 10 തന്നെ. 4 × 10 എത്രയാണ്? 40. പ്ലസ് 3 × 10⁻0. 10⁻0 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. ഏത് നമ്പറും റേസ് ടു 0 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. അപ്പോൾ നമ്മൾ 7 × 100 പ്ലസ് 4 × 10 പ്ലസ് 3 × 1. അപ്പോൾ നമുക്ക് എത്ര വരുന്നത്? 743. ഇനി നമുക്ക് അടുത്ത സംഖ്യ എടുക്കാം. 347. അതുപോലെ തന്നെ 7 × 10⁻0 പ്ലസ് 4 × 10⁻1 പ്ലസ് 3 ×
2. അപ്പോൾ 3 × 100 + 4 × 10 + 7 × 1 അപ്പോൾ 347. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു സംഖ്യ നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ സ്ഥാനവില കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനവില വെച്ചിട്ടാണ് നമുക്ക് ആ നമ്പറിനെ നമ്മൾ വായിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടോ 743 എന്നുള്ളത് നമ്മളിതിൽ മുകളിൽ ഞാൻ പറഞ്ഞ പോലെ 10² എന്ന് പറഞ്ഞാൽ 100 ആണ്. വെയ്റ്റ് ഓഫ് 7 എത്രയാണ്? 100 ആണ്. 4ൻ്റെ സ്ഥാനവില എത്രയാണ്? 10ആണ്. 3ൻ്റെ സ്ഥാനവില 1 ആണ്. അപ്പോൾ ഇങ്ങനെ സ്ഥാനവില കൽപ്പിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റത്തിനെ എന്ന് പറയുന്നത് പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വെയ്റ്റ് ഓഫ് എ ഡിജിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് റിലേറ്റീവ് പൊസിഷൻ. സച്ച് എ നമ്പർ സിസ്റ്റം ഈസ് നോൺ ആസ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. സ്ഥാനവില കൽപ്പിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റത്തിന് എന്ന് പറയുന്നു പൊസിഷണൽ നമ്പർ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഒരു നമ്പർ നോക്കാം. 5876. ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് അതിൻ്റെ നമ്മളിങ്ങനെ എന്തുകൊണ്ടാണ് അതിന് 5876 എന്ന് പറയാൻ കാരണം എന്നുള്ളത് നോക്കാം. നമുക്ക് 5876 എടുക്കുമ്പോൾ 6 എപ്പോഴും ഈ വലതുവശത്തെ ഏറ്റത്തെ നമ്പറിനാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ സ്ഥാനവില കൽപ്പിക്കുന്നത്. 10⁻0. പിന്നെ തൊട്ടപ്പുറത്തിൽ 10⁻1, പിന്നെ 10⁻2, 10⁻3. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 5 × 10⁻3. 10⁻3 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 × 10 × 10. 10 × 10 × 10 എന്ന് പറയുമ്പോൾ 10 × 10 × 10 എന്ന് പറയുമ്പോൾ 1000. അപ്പോൾ 5 × 1000. പിന്നെ രണ്ടാമത്തെ എന്താണ്? 10⁻2. 10⁻2 എന്ന് പറഞ്ഞാൽ 10 × 2 എന്ന് പറയുമ്പോൾ 100. 8 × 100. ഇവിടെ 10⁻1 എന്ന് പറയുമ്പോൾ 10 തന്നെ. അപ്പോൾ 10 × 7. 10⁻0 എന്ന് പറയുമ്പോൾ 1 ആണ്. 1 × 6. അപ്പോൾ 5 × 1000 + 8 × 100 + 7 × 10 + 6 × 1. അപ്പോൾ നമുക്ക് എത്രയാണ്? 5876. നമ്മൾ വായിക്കുമ്പോൾ 5876 എന്ന് വായിക്കും. അപ്പോൾ അതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. പിന്നെ ഒരു കാര്യം കൊണ്ട് ഒരു നമ്പർ സിസ്റ്റത്തിൽ ഏറ്റവും മൂല്യമുള്ള അക്ക ഇതെല്ലാം ഉണ്ടാവുക അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ആണ്. ഇപ്പോൾ ഇതിൽ 5ൻ്റെ സ്ഥാനമാണ് ഏറ്റവും സ്ഥാനവില ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിലെ അപ്പോൾ 5 ആണ് ഇതിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള സംഖ്യയാണ് നമ്മളെന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഏറ്റവും വലത്തെ അറ്റത്തുള്ളതാണ് ഏറ്റവും കുറഞ്ഞ മൂല്യമുള്ളത്. അതിനെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയും. അപ്പോൾ ഡിജിറ്റ് വിത്ത് മോസ്റ്റ് വെയ്റ്റ്, ഏറ്റവും സ്ഥാനവില കൂടിയതിനെ നമ്മളെന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, MSD എന്ന് പറയുന്നു. ഏറ്റവും കുറഞ്ഞ സ്ഥാനവിലയുള്ളതിനെ നമ്മളെന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, LSD എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ MSD ഏതാണ്? 5 ആണ് MSD, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഏറ്റവും കുറഞ്ഞത് ഏതാണ്? 6 ആണ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് 6. എന്നുവെച്ചാൽ അതിനാണ് ഏറ്റവും കുറഞ്ഞ സ്ഥാനവില, ഇതിന് ഏറ്റവും കൂടിയ സ്ഥാനവില. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിനെയാണ്, അതായത് ഇടത്തെ അറ്റത്തുള്ള ഏറ്റവും സ്ഥാനം വില കൂടിയ നമ്പറിനെയാണ് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് മോസ്റ്റ്, വലത്തെ അറ്റത്തുള്ള ഏറ്റവും മൂല്യം കുറഞ്ഞ സ്ഥാനവില കുറഞ്ഞ സംഖ്യയാണ് നമ്മളെന്താണ് ഡിജിറ്റിനെയാണ് നമ്മൾ പറയുന്നത് LSD എന്ന് പറയുന്നത്. ഇനി നമ്മളിതൊക്കെ ഇപ്പോൾ നോക്കിയ നമ്പറിൽ നമ്മൾ ഫ്രാക്ഷൻ ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും പോയിൻ്റൊക്കെ വരുന്ന നമ്പറാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് സ്ഥാനവില കൽപ്പിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മളതിന് ഇപ്പോൾ ഫ്രാക്ഷൻ നമ്പേഴ്സ് നമ്മൾ പോയിൻ്റ് കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സിന് നമ്മൾ നെഗറ്റീവ് പവേഴ്സാണ് കൊടുക്കുക. ഇതുവരെ നമ്മൾ കൊടുത്തിരുന്ന 10⁻0, 10⁻1, 10⁻2, 10⁻3 അത് നമ്മൾ വലതേ അറ്റത്തു നിന്ന് ഇടതേ അറ്റത്തേക്കാണ് നമ്മളിങ്ങനെ സ്ഥാനവില കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ 249.367. അപ്പോൾ ഇതിൽ ഈ പോയിൻറ്റിന് മുമ്പുള്ളത് നമ്മൾ സ്ഥാനവില നമ്മൾ വലതേ അറ്റത്ത് നിന്ന് ഇടതേ അറ്റത്തേക്കാണ് കൊടുക്കുക. അപ്പോൾ അതിന് 10⁻0, 10⁻1, 10⁻2. അപ്പോൾ 249 നമ്മൾ പഴയതുപോലെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുക. പക്ഷേ പോയിൻ്റ് കഴിഞ്ഞ് വരുന്ന ഇത് 367 അതിന് നമ്മൾ സ്ഥാനവില കൊടുക്കുക 10⁻⁻1,
10 raised to minus 2, 10 raised to minus 3. ഇപ്പോൾ എന്താണ് ഈ 10 raised to minus 1 എന്ന് പറയുമ്പോൾ 10 raised to 0 എന്ന് പറഞ്ഞാൽ 1 10 raised to 1 എന്ന് പറഞ്ഞാൽ 10 10 raised to 2 എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 10 raised to minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 raised to minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 എന്നാണ്. 1 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? അപ്പോൾ നമ്മൾ 0.1 അതിൻ്റെ മൂല്യം. 10 raised to minus 2ൻ്റെ മൂല്യം എന്താണ്? 1/10 raised to 2. 1/10 raised to 2 എന്ന് പറയുമ്പോൾ എന്താണ്? 1/100. 1/100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.01. ഇനി 10 raised to minus 3 എന്ന് പറയുമ്പോൾ എന്താണ്? 1/10 raised to 3. 1/10 raised to 3 എന്ന് പറയുമ്പോൾ 1/1000. 1/1000ൻ്റെ മൂല്യം എന്താ വരിക? 0.001. നമുക്കിതിൻ്റെ എങ്ങനെയാണ് നമ്മൾ നോക്കാം. സ്ഥാനവില കൊടുത്തിട്ട് അപ്പോൾ 2 × 10 raised to 2, 4 × 10 raised to 1, 9 × 10 raised to 0, പ്ലസ് 3 × 10 raised to 1, പ്ലസ് 6 × 10 raised to minus 2, പ്ലസ് 7 × 10 raised to minus 3. ഇനി ഇതിൻ്റെ എന്തൊക്കെയാണ്? 10 raised to 2 എന്ന് പറയുമ്പോൾ 100, 2 × 100 പ്ലസ് 4 × 10 പ്ലസ് 9 × 1 പ്ലസ് 3 × 10 raised to minus 1 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 1/10. 1/10 എന്ന് പറയുമ്പോൾ 1 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? 0.1. 3 × 0.1 പ്ലസ് 6 × 10 raised to minus 2 എന്ന് പറയുമ്പോൾ 1/100. 1/100 എന്ന് പറയുമ്പോൾ 100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 6 × 0.01 പ്ലസ് 7 × 10 raised to minus 3 എന്ന് പറയുമ്പോൾ 7 × 1/1000. അപ്പോൾ 7 × 0.001. നമുക്ക് അപ്പോൾ ഇതും ആഡ് ചെയ്യാം. നമുക്ക് എന്താ പറയുക? 249.367. 249.367 നമുക്ക് ആ സംഖ്യ കിട്ടി. ഇതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ പൊസിഷണൽ വാല്യൂസ് സ്ഥാന വില എങ്ങനെ കൊടുക്കുന്നത്? നമ്മൾ പോയിൻ്റ് ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ നമ്മൾ സാധാരണ പോലെ വലതേ അറ്റത്ത് നിന്ന് 10 raised to 0 അങ്ങനെ കൊടുത്ത് 10 raised to 1 അങ്ങനെ കൊടുത്ത് ഇടതേ അറ്റത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും സ്ഥാനവില കൂടിയത് വരും. അപ്പോൾ ഇതിലാണ് 10 raised to 0, 10 raised to 1, 10 raised to 2, 10 raised to 3. ഇനി ഫ്രാക്ഷണൽ വാല്യൂ അതായത് പോയിൻ്റുള്ള നമ്പർ വരുമ്പോൾ 249.367 എന്ന് പറയുമ്പോൾ പോയിൻറ്റിന് മുമ്പുള്ള സംഖ്യ നമ്മൾ പഴയതുപോലെ തന്നെ 10 raised to 0, 10 raised to 1, 10 raised to 2 അങ്ങനെ കൊടുത്തു വരും. പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ വരുമ്പോൾ അതിന് നമ്മൾ പോയിൻ്റ് തൊട്ടിട്ടാണ്, അതായത് ഇടത് അറ്റത്തു നിന്നാണ് കൊടുത്തു തുടങ്ങുക. 10 raised to minus 1, 10 raised to minus 2, 10 raised to minus 3 ഇങ്ങനെ വലതേ അറ്റത്തേക്കാണ് പോവുക. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് വരുന്നത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോവുക. പോയിൻറ്റിന് മുമ്പുള്ള സംഖ്യ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോവുക. അപ്പോൾ കണ്ടോ, പോയിൻറ്റിന് മുമ്പുള്ള സംഖ്യ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. പോയിൻ്റ് കഴിഞ്ഞുള്ള സംഖ്യ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിന് കൊടുക്കുമ്പോൾ ഇവിടെ 10 raised to 0, 10 raised to 1, 10 raised to 2 ഇങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, അങ്ങനെയാണ് വലതിൽ നിന്ന് ഇടതിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇതിൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളത് ഇടതിൽ നിന്ന് വലതോട്ട് 10 raised to minus 1, 10 raised to minus 2, 10 raised to minus 3. ഇനി വേറെ കൺഫ്യൂഷനൊന്നും പാടില്ല. 10 raised to minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ആണ്. അപ്പോൾ എത്രയാണ്? 0.1. 10 raised to minus 2 എന്ന് പറയുമ്പോൾ 1/100 ആണ്. അപ്പോൾ 0.01. 10 raised to minus 3 എന്ന് പറയുമ്പോൾ 1/1000 ആണ്. അപ്പോൾ 0.001. നമുക്ക് ഇതിനൊക്കെ ഗുണിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരും 249.367. ഇനി അടുത്ത നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ്. ഇതുവരെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ്. ഇനി നമ്മൾ വരുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. ഇതിന് ഈ പേര് വരാൻ കാരണം തന്നെ ഇതിന് ബൈ എന്നുള്ള വാക്ക് ഇതിലാണ്. ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. ബൈ മീൻസ് 2. ഇതിൽ 2 വ്യത്യസ്തമായ സംഖ്യകളാണ് യൂസ് ചെയ്യുന്നത്. 0, 1. നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് ഓൺലി 2 symbols
0 and 1 to form a number is called binary number system. 0, 1 ഉള്ള രണ്ട് വ്യത്യസ്ത സിമ്പിൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള നമ്പർ സിസ്റ്റത്തിന് നമ്മളെന്ത് പറയണേ, ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ്, എത്ര വ്യത്യസ്തമായ സംഖ്യകൾ യൂസ് ചെയ്യുന്നതാണ് ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ഓഫ് ദിസ് നമ്പർ സിസ്റ്റം ഈസ് 2. അപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം. 1101 കണ്ടതിൽ 1ഉം 0 മാത്രം അടങ്ങിയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ്. അതിന് നമ്മൾ താഴെ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് 2 ആണ്. അപ്പോൾ നമുക്ക് കണ്ടറിയാം ഇത് ഒരു ബൈനറി നമ്പർ സിസ്റ്റം ആണെന്ന്. അപ്പോൾ അടുത്ത നമ്പർ നോക്കി 101010, താഴെ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ബേസ് 2 ആണ്. അപ്പോൾ ഇത് ബൈനറി നമ്പറാണ്. ഇനി പോയിന്റ് വേണമെങ്കിൽ പോയിന്റും വരാം. 1101.11 ബേസ് 2. ഇപ്പോൾ നമ്മൾ ഡെസിമലിൽ ഓരോ നമ്പറിനെ നമ്മൾ ഡിജിറ്റ് എന്നാണ് പറയുക. പക്ഷേ ബൈനറിയിൽ ഓരോ നമ്പറിന് നമ്മൾ പറയുക ബിറ്റ് എന്നാണ് പറയുക. ഈച്ച് ഡിജിറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കോൾഡ് എ ബിറ്റ്. ഓരോ ഡിജിറ്റിനെയും 1 എന്നുള്ളൊരു ബിറ്റാണ്, വീണ്ടും 1 എന്നുള്ള ബിറ്റ്, 0 എന്നുള്ള ബിറ്റ്, 1 എന്നുള്ളത്. മറ്റ് ഡെസിമലിലാണ് നമ്മളൊരു ഡിജിറ്റ് എന്നാണ് പറയുക. ഇപ്പോൾ ഇതിൽ ബിറ്റ് എന്നാണ് പറയുക. ആ ബിറ്റിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ബൈനറി ഡിജിറ്റിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ എന്ത് പറയണേ, ബിറ്റ് എന്ന് പറയുന്നത്. ബൈനറി നമ്പേഴ്സും പൊസിഷൻ നമ്പർ സിസ്റ്റം തന്നെയാണ്. അതായത് അതിന് സ്ഥാനവിലയുണ്ട്, ഓരോ സംഖ്യയ്ക്കും സ്ഥാനവിലയുണ്ട്. നമുക്ക് ഈ നമ്പർ നോക്കാം. 1101 എന്ന് എഴുതി കഴിഞ്ഞാൽ മറ്റേല് നമ്മൾ ഡെസിമൽ ആയതുകൊണ്ടാണ് 10 raised to 0, 10 raised to 0, 10 raised to 1, 10 raised to 2 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് ബൈനറി ആയതുകൊണ്ട്, ഇതിൻ്റെ ബേസ് 2 ആയതുകൊണ്ട് നമ്മൾ സ്ഥാനവില കൊടുക്കുമ്പോൾ 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3 അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കാം. 2 raised to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 × 2 × 2 8ആണ്. അപ്പോൾ 1 × 2 raised to 3 പ്ലസ് 1 × 2 2 raised to 2 പ്ലസ് 0 × 2 raised to 1 പ്ലസ് 1 × 2 raised to 0. അപ്പോൾ നമുക്ക് എന്ത് വരുന്നു, 1 × 8 പ്ലസ് 1 × 4 പ്ലസ് 0 × 2 പ്ലസ് 1 × 1. ഇവിടെ നമ്മൾ എന്ത് നമ്പറും റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ 10 raised to 0 നമ്മൾ നേരത്തെ നോക്കിയില്ല. 10 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ ഇവിടെ 2 raised to 1 എന്ന് പറയുമ്പോൾ 2 ആണ്. 2 raised to 2 എന്ന് പറയുമ്പോൾ 4 ആണ്. 2 raised to 3 എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പോൾ 1 × 8 പ്ലസ് 1 × 4 പ്ലസ് 0 × 2 പ്ലസ് 1 × 1. നമുക്ക് 8 പ്ലസ് 4 12 പ്ലസ് 1 13. അപ്പോൾ നമ്മൾ സ്ഥാനവില കൊടുത്ത് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ്. ബൈനറിയിൽ 1101 എന്ന് എഴുതുകയാണെങ്കിൽ അത് ഡെസിമലിലെ അതിൻ്റെ മൂല്യം 13 ആണ്. 13. അപ്പോൾ റൈറ്റ് മോസ്റ്റ് ഇതിലുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഏറ്റവും സ്ഥാനവില കൂടിയത് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്നാണ് ഏതിൽ പറയുന്നത്, ഡെസിമലിലെ. ഇവിടെ ഡിജിറ്റ് എന്നല്ല പറയുക, ഇവിടെ ബിറ്റ് എന്നാണ് പറയുക. അതുകൊണ്ട് ഇവിടെ ഏറ്റവും മൂല്യം കൂടിയത് ഈ 1 ആണ്. അപ്പോൾ അതിന് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നു. ഏറ്റവും മൂല്യം കുറഞ്ഞത്, സ്ഥാനവില കുറഞ്ഞ സംഖ്യയാണ്. അതിന് നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് മോസ്റ്റ് ബിറ്റ് ഇൻ എ ബൈനറി നമ്പർ ഈസ് കോൾഡ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. റൈറ്റ് വലതേ അറ്റത്തുള്ളതിന് നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നു. ഇടതേ അറ്റത്തുള്ളതിന് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതാണ് ദ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഇൻ എ ബൈനറി നമ്പർ ഈസ് കോൾഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. നമുക്കിനി ഒരു ബൈനറി നമ്പറാണ് നോക്കാം. ഇതിൽ നമ്മൾ പോയിൻ്റുള്ള നമ്പറാണ് 111.011. നമ്മൾ 111.011. മുമ്പ് നമ്മൾ ഡെസിമലിൽ ചെയ്ത പോലെ തന്നെ ശ്രദ്ധിക്കുക, പോയിൻറ്റിൻ്റെ മുന്നിലുള്ള സംഖ്യകൾക്ക് നമ്മൾ സ്ഥാനവില എങ്ങനെ കൊടുക്കുക, വലതേ അറ്റത്ത് നിന്ന് ഇടതേ അറ്റത്തേക്ക് ഇങ്ങനെ 2 raised to 0, 2 raised to 1, 2 raised to 2. അതുപോലെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടതേ അറ്റത്ത് നിന്ന് വലതേ അറ്റത്തേക്ക് ഇങ്ങനെ 2 raised to -1, 2 raised to -2, 2 raised to -3. നമ്മളിതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 raised to 2 പ്ലസ് 1 × 2 raised to 1 പ്ലസ് 1 × 2 raised to 0 പ്ലസ് 0 × 2 raised to -1 പ്ലസ് 1 × 2 raised to -2, 1 × 2 raised to -3. ഇനി എന്താണ് ഇതിൻ്റെ മൂല്യം? 2 raised to 2 എന്ന് പറയുമ്പോൾ 4. 1 × 4 പ്ലസ് 1 × 2 പ്ലസ് 1 × 1 പ്ലസ് ഇപ്പുറത്ത് 2 raised to -1 എന്ന് പറയുമ്പോൾ 1/2 ആണത്.
അതുപോലെ 2⁻² എന്ന് പറയുമ്പോൾ അത് 1/2². 1/2² എന്ന് പറയുമ്പോൾ 1/4. 2⁻³ എന്ന് പറയുമ്പോൾ 1/2³ ആണ്. 1/2³ എന്ന് പറയുമ്പോൾ 1/8. ഇവിടെ നോക്കുക, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 4 plus 2, 1 into 2 plus 1 into 1 plus 0 into 2⁻1 എന്ന് പറയുമ്പോൾ 0 into 1/2 plus 1 into 2⁻2 എന്ന് പറയുമ്പോൾ 1 into 1/4 plus 1 into 2⁻3 എന്ന് പറയുമ്പോൾ 1 into 1/8. നമുക്ക് 4 plus 2 plus 1 plus ഇവിടെ 0 into ഇത് എന്ന് പറയുമ്പോൾ 0 വന്നു. പിന്നെ 1 into 1/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.25. 1 into 1/8 എന്ന് പറയുമ്പോൾ 0.125. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 7.325. നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തു. 7.375. അപ്പോൾ അതാണ് ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ ഈ ബൈനറി നമ്പർ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുക ബൈനറി നമ്പർ സിസ്റ്റമാണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ അതിൽ 2 ഡിജിറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, 1 ഉം 0. അപ്പോൾ കമ്പ്യൂട്ടറും ഈ ഇത് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുക ഈ ഡിജിറ്റൽ നമ്പർ സിസ്റ്റത്തിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ 1s ഉം 0s മാത്രമേ ഉണ്ടാവുള്ളൂ. 1s എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺ എന്നാണ്. ഏത് യന്ത്രത്തിലും നമ്മൾ ഫാന് ഓൺ ആക്കുമ്പോൾ അത് ഓണാവും, ഓഫ് ആക്കുമ്പോൾ ഓഫ് ആവും. അപ്പോൾ ഏത് യന്ത്രത്തിനും ഏറ്റവും ചുരുങ്ങിയ മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് ഓണും ഓഫും. അതുപോലെ കമ്പ്യൂട്ടറും ഏറ്റവും മനസ്സിലാവുന്ന ഭാഷയാണ് 1 and 0. അപ്പോൾ ഈ 1 and 0 നമുക്ക് എളുപ്പത്തിൽ ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ വി ഹാവ് സീൻ ബൈനറി നമ്പർ സിസ്റ്റം ബേസ്ഡ് ഓൺ 2 digits 1 and 0. The electric state on can be represented by 1 and off state can by 0. അപ്പോൾ ഇതിൽ കണ്ട കത്തി കിടക്കുന്നതിന് നമ്മൾ 1 എന്നും ഓഫായി കിടക്കുന്നതിന് 0 എന്നാണ് എടുക്കുന്നത്. നമുക്കിവിടെ 10 10 110. അപ്പോൾ അത് വേവ്സ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ 1 എന്ന് പറയുമ്പോൾ മുകളിലേക്ക് വരും, 0 എന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴോട്ടും, അങ്ങനെയുള്ള വേവുകളാണ് നമ്മൾ കമ്പ്യൂട്ടർ. അപ്പോൾ ഇതുകൊണ്ടാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഉള്ളത്. ബൈനറി നമ്പർ സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം പഠിക്കുന്നത്. ഇനി അടുത്ത നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണ്? ഇതിൽ 8 വ്യത്യസ്ത സംഖ്യകളാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ഈ നമ്പറിൽ. അപ്പോൾ നമുക്കിതിൽ 0 തൊട്ടിട്ട് 7 വരെയുള്ള സംഖ്യകളാണ് ഇതിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ വേറെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് 0 1 2 3 4 5 6 7 8 എടുത്തു കഴിഞ്ഞാൽ അത് 9ാമത്തെ സംഖ്യയായി മാറും. നമ്മൾ 0ത്തിൽ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ എന്ത് നമ്പർ എടുത്താലും അതിൽ 8 9 എന്നുള്ള സംഖ്യയിൽ വരില്ല. അതിൽ 0 തൊട്ടിട്ട് 7 വരെയുള്ള സംഖ്യ കൊണ്ടുള്ള നമ്പേഴ്സ് മാത്രമേ ഈ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരുള്ളൂ. നമുക്ക് എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് 8 symbols 0 1 2 3 4 5 6 7 to form a number is called octal number system. Octa means 8 and this number system is called octal number system. ഇതിനും പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ മറ്റേൽ ഡെസിമലിൽ നമ്മൾ 10⁻² ആണ് എടുത്തിരുന്നത്. ബൈനറിയിൽ 2⁻² എന്നാണ് എടുത്തിരിക്കുന്നത്. ഒക്ടലിൽ അപ്പോൾ നമ്മൾ 8⁻² ആണ് എടുക്കേണ്ടത്. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. 236. അപ്പോൾ ഇതിൽ നിന്ന് സംഖ്യകൾ നോക്കിക്കേ, 2 3 6. ഈ 3ഉം ഈ 0 തൊട്ട് 7 സംഖ്യയല്ലേ. അപ്പോൾ ഇതിലുള്ള സംഖ്യകൾ മാത്രം ഉപയോഗിച്ചുള്ള നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 236 നമ്മൾ ഒക്ടലിലാണെങ്കിൽ അത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്നറിയാം. 236 നമ്മളെപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സൊക്കെ ആണെങ്കിൽ, പോയിൻ്റ് ഇല്ലാത്ത നമ്പറാണെങ്കിൽ നമ്മളെപ്പോഴും വലതേ അറ്റത്തു നിന്നാണ് നമ്മൾ മൂല്യം കൊടുത്തു തുടങ്ങുക, സ്ഥാനവില കൊടുത്തു തുടങ്ങുക. അപ്പോൾ അത് ഇടതേ അറ്റത്ത് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ 236നെ 8⁻0 ഏറ്റവും വലതേ അറ്റത്ത്, പിന്നെ 8⁻1 8⁻2. അപ്പോൾ ഇങ്ങനെയാണ് പോവുക വലതേ അറ്റത്ത് നിന്ന് ഇടതേ അറ്റത്തേക്ക്. 8⁻2 എന്ന് പറയുമ്പോൾ 8 × 8 എത്രയാണ്? 64. 2 × 64 പ്ലസ് 3 × 8⁻1 എന്ന് പറയുമ്പോൾ 3 × 8 പ്ലസ് 6 × 8⁻0 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 ആണ്. അപ്പോൾ 6 × 1 നമുക്ക് എത്രയാണ്? 128 പ്ലസ് 2 × 64 128. 3 × 8 എത്രയാണ്? 24. 6 × 1 6. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 158.
ഇനി നമ്മളിതിൽ തന്നെ ഒരു ഡെസിമൽ പോയിൻ്റുള്ള ഒരു പോയിൻ്റുള്ള നമ്പർ നമ്മൾ നോക്കാം. 172.4. അപ്പോൾ ഈ പോയിൻ്റ് വരുമ്പോൾ നമ്മളെന്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചെങ്കിൽ പോയിന്റിൽ മുമ്പുള്ള സംഖ്യകളിൽ നമ്മൾ വലതേ അറ്റത്തു നിന്ന് ഇടതേ അറ്റത്തേക്കാണ് സ്ഥാനവില കൊടുത്തു പോകേണ്ടത്. അപ്പോൾ 172-നെ 8/0, 8/1, 8/2. ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 4 നമ്മൾ 8/-1. ഇനി വലുതുണ്ടെങ്കിൽ 8/-2 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 8/2, 8/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 64. 7 × 8/1 എന്ന് പറയുമ്പോൾ 56. പിന്നെ 2 × 8/0 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. 2 × 1 2. ഇനി 4 × 8/-1 എന്ന് പറയുമ്പോൾ എന്താണ്? 8/-1 എന്ന് പറയുമ്പോൾ 1/8/1. 1/8/1 എന്ന് പറയുമ്പോൾ 1/8. 1/8 എന്ന് പറയുമ്പോൾ നമ്മളത് 0. അതാണ് വരിക. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കൂട്ടുമ്പോൾ 122 വരും. 122. 4 × 1/8 എന്ന് പറയുമ്പോൾ 4 × 1/8 എന്ന് പറയുമ്പോൾ 4 ഇത് 4ഉം 8 2 തവണ പോകും. അപ്പോൾ 1/2 എന്ന് പറയുമ്പോൾ 0.5. അപ്പോൾ നമുക്ക് മൂല്യത്തിൽ ഒരു സംഖ്യ സമം 122.5. ഇനി അടുത്ത ലാസ്റ്റ് നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. അപ്പോൾ ഇതുവരെയുള്ള നമ്മൾ ഉപയോഗിച്ച സംഖ്യകളൊക്കെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ സംഖ്യകൾ തന്നെയാണ്. ബൈനറി ആകുമ്പോൾ 0 1 അത് ഡെസിമലിലുള്ളത് തന്നെയാണ്. ഒക്ടലായാലും 0 തൊട്ട് 7 വരെയുള്ള സംഖ്യകളാണ് യൂസ് ചെയ്യുന്നത്, അതും ഡെസിമലിലുള്ളത് തന്നെയാണ്. പക്ഷേ ഹെക്സാഡെസിമലിൽ 16 വ്യത്യസ്ത സംഖ്യകൾ വേണം. 16 വ്യത്യസ്ത സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് 0 തൊട്ട് 9 വരെയുള്ള സംഖ്യകൾ മാത്രമാണ് ഡെസിമലിലുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അപ്പോൾ 10 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് 16 വേണം. അപ്പോൾ അടുത്തത് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ ABCDEF. അപ്പോൾ ഇതിൽ 10 സാധാരണ ഡെസിമലിൽ പോലെ തന്നെ 0 തൊട്ട് 9 വരെ. 11 എന്ന് പറയുന്നത് A ആണ്. 12 എന്ന് പറഞ്ഞാൽ B ആണ്. 13 C ആണ്. 10 A ആണ്. 11 B ആണ്. 12 C ആണ്. 13 D ആണ്. 14 E ആണ്. 15 F ആണ്. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയാം. 9 വരെയുള്ളത് സാധാരണ ഡെസിമൽ തന്നെ. പിന്നെ A എന്ന് പറഞ്ഞാൽ 10 ആണ്. B എന്ന് പറഞ്ഞാൽ 11, C 12, D 13, E 14, F 15. അപ്പോൾ അതങ്ങനെയുള്ള 16 വ്യത്യസ്ത സംഖ്യകളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് 16 ആണ്. മറ്റേ നമ്പേഴ്സിൻ്റെ ഒക്ടലിൻ്റെ ബേസ് 8 ആണ്. ഡെസിമലിൻ്റെ 10 ആണ്. ബൈനറി 2 ആണ്. ഇതിൽ 16 വ്യത്യസ്തമായ സംഖ്യകൾ യൂസ് ചെയ്യുന്ന കാരണം ബേസ് 16 ആണ്. ഇതിൻ്റെ ബേസ് 16 ആണ്. ഇനി നമ്മൾ ഇതിൽ ഒന്ന് ജസ്റ്റ് കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ ഡെസിമലിൽ നമ്മൾ 0 തൊട്ട് 9 ആണ്. പിന്നെ നമുക്കിതിൽ എക്സ്ട്രാ വരുന്നത് ABCDEF ആണ്. A എന്ന് പറഞ്ഞാൽ 10, B എന്ന് പറഞ്ഞാൽ 11, C എന്ന് പറഞ്ഞാൽ 12, D എന്ന് പറഞ്ഞാൽ 13, E എന്ന് പറഞ്ഞാൽ 14, F എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ നമുക്കൊരു നമ്പർ എടുക്കാം. ഇതും പൊസിഷണൽ നമ്പർ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്ഥാനവില കൊടുത്ത് ഒരു നമ്പർ നമ്മൾ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ അത് ഡെസിമലിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 12AF എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പറാണ്. ഇതിൽ A തൊട്ട് വരെയുള്ള ലെറ്റേഴ്സും കൂടി വരുമല്ലോ ഹെക്സാഡെസിമലിൽ. അപ്പോൾ 12AF എന്നുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും സ്ഥാനവില കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് കൊടുക്കുക. അപ്പോൾ ഇത് ഹെക്സാഡെസിമൽ നമ്പർ ആയതുകൊണ്ട് 16/0, 16/1, 16/2, 16/3 അങ്ങനെ കൊടുക്കും. 16/3 എന്ന് പറയുമ്പോൾ 4096 × 1 പ്ലസ് 2 × 16/2 എന്ന് പറയുമ്പോൾ 256 ആണ്. 2 × 256 പ്ലസ് 10 × 16 പ്ലസ് 15 × 1 നമുക്ക് 4783 കിട്ടുന്നു. ഇനി ഇതിലെ ഒരു പോയിൻ്റുള്ള നമ്പർ വരികയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 2D.4 എന്ന് പറയുമ്പോൾ പോയിന്റിന് മുമ്പുള്ള സംഖ്യ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ വലതുനിന്ന് ഇടതോട്ട് റൈറ്റ് ടു ലെഫ്റ്റ് 16/0, 16/1 2D കണ്ടോ. 2D
പോയിൻറ്റിന് മുമ്പാണ് 2D. അപ്പോൾ അവിടെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നു. പോയിൻ്റ് കഴിഞ്ഞിട്ടാണ് 4 വരുന്നത്. അത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് 16⁻⁻1. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2 × 16⁻1 d × 16⁻0 4 × 16⁻⁻1. 16⁻⁻1 എന്ന് പറയുമ്പോൾ 1/16 ആണ്. നമ്മൾ നോക്കാം. ഇപ്പോൾ 2 × 16 എന്ന് പറഞ്ഞാൽ 16 തന്നെയാണ്. 2 × 16 32. 16⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്ത് നമ്പറും റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 13 × 1 എത്രയാണ്? 13 തന്നെ. ഇത് 4 × 1/16 എന്ന് പറയുമ്പോൾ 0.25. നമുക്ക് മൊത്തം സംഖ്യ എത്ര വരും? 45.25. നമ്മൾ ഒന്നോണിയും ജസ്റ്റ് നമ്പർ സിസ്റ്റം നോക്കാം. ബൈനറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് 2 ആണ്. അതിൽ വ്യത്യസ്തമായ സംഖ്യകൾ യൂസ് ചെയ്യുന്നത് 0, 1 ആണ്. ഒക്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 8 ആണ്. വ്യത്യസ്തമായ സംഖ്യകൾ 0, 1, 2, 3, 4, 5, 6, 7 ആണ്. ഡെസിമലിലെ ബേസ് 10 ആണ്. അതിൻ്റെ വ്യത്യസ്തമായ സംഖ്യകൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ആണ്. എക്സാഡെസിമലിലെ ബേസ് 16 ആണ്. അത് വ്യത്യസ്തമായ 0 to 9 ഡെസിമലിലെ പോലെ തന്നെ ആണ്. പിന്നെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം 10 ആണ്. ബി 11, സി 12, ഡി 13, ഇ 14, എഫ് 15. അങ്ങനെ 4 നമ്പർ സിസ്റ്റമാണ് നമ്മൾ പഠിച്ചത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.